إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധത്തിൽ പാലിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കൃത്യമായി അനുസരിക്കുകയും യഥാർത്ഥ സത്യവിശ്വാസികളായി മരണം വരിക്കുകയും ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതിൽ വച്ച് ഏറ്റവും മാരകമായ ശിക്ഷകൾ അത് നരകത്തിലാണ് ലഭിക്കുക. എല്ലാ അർത്ഥത്തിലും ഭീകരമായ ഭയാനകരമായ വേദനയേറിയ ശിക്ഷകൾ നിഷേധികൾക്ക് അവകാശികൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ശിക്ഷകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നരകത്തെപ്പറ്റി സദാ ജാഗരൂകനായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ കർമ്മനിരതരാകണമെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ പോവാതിരിക്കാനാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നരകത്തിൻ്റെ ഭയാനകമായ അദാബുകൾ ഭയപ്പെട്ടുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതം അവൻ മുന്നോട്ട് ചലിപ്പിക്കേണ്ടുന്നത്. ലോകത്തുള്ള ആളുകളിൽ
അധിക ആളുകളും നരകത്തിൻ്റെ അവകാശികളാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ 179-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മഹാഭൂരിപക്ഷം മനുഷ്യരെയും മഹാഭൂരിപക്ഷം ജിന്നുവർഗത്തെയും നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്കുണ്ട് ഹൃദയങ്ങൾ പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. അവർക്കുണ്ട് കണ്ണുകൾ പക്ഷേ അവർ കാണുന്നില്ല. അവർക്കുണ്ട് കാതുകൾ അവർ കേൾക്കുന്നില്ല. അവർ നാൽക്കാലികളെപ്പോലെയാണ്, കന്നുകാലികളെപ്പോലെയാണ്. അല്ല, അവരാണ് ഏറെ വഴിപിഴച്ചവർ, അവർ അശ്രദ്ധരുമാകുന്നു എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നരകം നമുക്ക് സഹിക്കാൻ കഴിയില്ല. നരകത്തിൻ്റെ അവകാശികളായി പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ ആളുകൾ ആരെന്ന് മനസ്സിലാക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ്. ചില വിഭാഗങ്ങളെ സംബന്ധിച്ച് ഇവർ നരകത്തിൻ്റെ അവകാശികളാണ് എന്ന് അള്ളാഹു തൻ്റെ കിതാബിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും പരാമർശിക്കുമ്പോൾ അത്തരം ദൂഷ്യങ്ങൾ നമ്മിലുണ്ടോ എന്ന് ചിന്തിക്കുകയും ഉണ്ടെങ്കിൽ അത്തരം തിന്മകളിൽ നിന്ന് ഖേദിച്ച് തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടുന്ന ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നരകത്തിൽ പോവാൻ കാരണമാകുന്ന ചില തിന്മകളെ സംബന്ധിച്ചാണ് ഈ ഒരു ഖുതുബയിൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു തിന്മയും സ്വർഗത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്നതാണ്. എങ്കിലും ഏറെ ഗൗരവമായി ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില തിന്മകളുണ്ട്. അതാണ് ഇന്നത്തെ ഖുതുബയുടെ പ്രതിപാദ്യ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ആയത്തുകളിൽ നരകാവകാശികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഫറിൻ്റെ വക്താക്കൾ അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിഷേധിക്കുകയോ പരലോകത്തെ നിഷേധിക്കുകയോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ കളവാക്കുകയോ ചെയ്ത നിഷേധികളായ കാഫിറുകളായ ആളുകൾ, അവർക്കുള്ളതാകുന്നു നരകം എന്ന് നാം മനസ്സിലാക്കണം. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറ, തീർച്ചയായും നിഷേധികളായ കാഫിറുകളായ ആളുകൾക്ക് ചങ്ങലകളും ബന്ധനങ്ങളും കത്തിയാളുന്ന നരകവുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിൻ്റെ 4-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, സൂറത്തുൽ ബഖറയിലെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പഠിപ്പിക്കുന്നു, വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. നിഷേധിക്കുകയും നമ്മുടെ ആയത്തുകളെ കളവാക്കുകയും ചെയ്യുന്നവരാരോ അവരാകുന്നു നരകത്തിൻ്റെ അവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ, തീർച്ചയായും നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുന്നവരാരോ അവരെ നാം നരകത്തിൻ്റെ തീയിലിട്ട് കരിക്കുന്നതാകുന്നു. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരുടെ ഓരോ തൊലികൾ ഉരുകുമ്പോഴും അവർക്ക് പകരം മറ്റു തൊലികൾ നാം നൽകുന്നതാകുന്നു. ലിയദൂഖുൽ അദാബ്, അവരെ നാം ശിക്ഷ ആസ്വദിപ്പിക്കാനാണ് അങ്ങനെ അവർക്ക് തൊലി മാറ്റിക്കൊടുക്കുന്നത് എന്ന് സൂറത്തുൻ നിസാഇൻ്റെ 56-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിഷേധികളായ, പ്രമാണങ്ങളെ നിഷേധിക്കുന്ന, അള്ളാനെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന, മതത്തെ കളവാക്കുന്ന ആളുകൾ അവർ നരകത്തിൻ്റെ ഉറകുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, നിഷേധികളായ ആളുകൾക്കുള്ളത് നരകത്തിൻ്റെ തീയാകുന്നു. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, അവർക്ക് ഇവിടെ വെച്ച് മരണം വിധിക്കപ്പെടുകയില്ല, എങ്കിൽ മാത്രമല്ലേ അവർ മരിക്കുകയുള്ളൂ. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവർക്കവിടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുകയുമില്ല. കദാലിക നജ്സീ കുല്ല കഫൂർ, അപ്രകാരമാകുന്നു ഓരോ നിഷേധിക്കും പ്രതിഫലം നൽകപ്പെടുക. വഹും യസ്തരിഖൂന ഫീഹാ,
അവർ നരകത്തിൽ വെച്ച് ആർത്തട്ടഹസിക്കും. നരകത്തിന്റെ അഗാധഗർത്തങ്ങളിൽ നിന്ന് ആർത്തനാദങ്ങൾ കേൾക്കും. അവർ പ്രാർത്ഥിക്കും, അവർ പറയും റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ആ നരകത്തിന്റെ അഗാധഗർത്തങ്ങളിൽ നിന്ന് നരകത്തിന്റെ അവകാശികൾ പറയും, നിഷേധികൾ പറയും റബ്ബനാ അഖ്രിജ്നാ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്തേക്ക് എടുത്തരണേ, എങ്കിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന് നിഷേധികൾ പറയും. അപ്പൊ അല്ലാഹു അവരോട് ചോദിക്കും അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാവുന്ന അത്രയും സമയം, അത്രയും നല്ലൊരു ആയുസ് നൽകിയില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ? അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ ആസ്വദിക്കുക. വമാ ലിദ്ദാലിമീന മിൻ നസീർ, അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 36-ാമത്തെയും 37-ാമത്തെയും ആയത്തുകളാണ്. അപ്പൊ കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹ് തയ്യാറാക്കിയതാണ് നരകം. വഇദ്ദതിലിൽ കാഫിരീൻ, നിഷേധികൾക്ക് തയ്യാറാക്കപ്പെട്ടതാകുന്നു നരകമെന്ന് സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നം, തീർച്ചയായും വേദക്കാരിൽപ്പെട്ട മുശ്രിക്കുകളിൽപ്പെട്ട സത്യനിഷേധികളായ ആളുകൾ അവർ നരകത്തിന്റെ ആളുകളാകുന്നു എന്നാ ഖുർആൻ പറഞ്ഞു. ഉലൈകഹും ശർറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണവർ എന്ന് സൂറത്തു അൽ ബയ്യിനയിലെ 8-ാമത്തെ ആയത്തിലൂടെ, സൂറത്തുൽ ബയ്യിനയിലെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ശിർക്കിന്റെ വക്താക്കളാണ്. ശിർക്ക് ചെയ്യുന്നവരും കാഫിറുകൾ തന്നെയാണ്. ഇനി പ്രത്യേകമായി നമ്മൾ പറയുകയാണെങ്കിൽ ശിർക്കിന്റെ വക്താക്കൾക്ക് നരകമാണ്. ആ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായ ആളുകൾ അവർ നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടവരാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅ്വാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ വല്ലതിനെയും പങ്കുചേർക്കുന്ന പക്ഷം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കും. വമഅ്വാഹുൻ നാർ, നരകമായിരിക്കും അവന്റെ സങ്കേതം. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ളാലിമീങ്ങൾക്ക് മുശ്രിക്കുകൾക്ക് യാതൊരു സഹായം ഉണ്ടായിരിക്കുകയില്ല. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്താണ്. ഇപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകൾ അള്ളാഹു അല്ലാത്ത പടപ്പുകളിലേക്ക് സമർപ്പിക്കുന്ന ആളുകൾ അവർ നരകത്തിന്റെ ഉറകുകളായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലാ തജ്അൽ മഅല്ലാഹി ഇലാഅൻ ആഖറ ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറാ. അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹിനെയും നീ സ്ഥാപിക്കരുത്. അങ്ങനെ നീ സ്ഥാപിച്ചാൽ ആക്ഷേപിക്കപ്പെട്ടവനായും പുറന്തള്ളപ്പെട്ടവനായും നരകത്തിൽ നീ എറിയപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 38-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമൻ യുശ്രികു ബിഹി ശൈആ ദഖലൻ നാർ. എന്നാൽ അള്ളാഹുവിൽ വല്ലതിനെയും പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ പരലോകത്ത് കടന്നു വരുന്നതെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മാത്രമല്ല, നരകത്തിൽ പോവാൻ കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിക്കുക എന്നത്. ഖുർആനിനെയോ സുന്നത്തിനെയോ എതിർത്ത് ജീവിച്ചാൽ, ഖുർആനിനെയും സുന്നത്തിനെയും അവഗണിച്ച് ജീവിച്ചാൽ അത് നരകത്തിൽ പോവാനുള്ള ഏറ്റവും വലിയ കാരണമായി നമ്മൾ മനസ്സിലാക്കണം. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. ആരെങ്കിലും അല്ലാഹുവേയും അവന്റെ ദൂതരെയും ധിക്കരിക്കുന്ന പക്ഷം ഫഇന്ന ലഹു നാര ജഹന്നം, അവനുള്ളതാകുന്നു നരകത്തി, ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ നിത്യവാസികളായിരിക്കും.
പരിശുദ്ധ ഖുർആനിന്റെ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിന്റെ 23-ാമത്തെ ആയത്താണ്. സൂറത്തു അൻ-നിസാഇന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബും മുഹീൻ. ആരെങ്കിലും അല്ലാഹുവേയും അവന്റെ റസൂലിനെയും നിഷേധിക്കുകയും ധിക്കരിക്കുകയും വയതഅദ്ദ ഹുദൂദഹു അല്ലാഹുവിന്റെ മതത്തിന്റെ മതിൽക്കെട്ടുകൾ അത് കടന്നുകൊണ്ട് മതത്തിന്റെ ബൗണ്ടറികൾ പരിഗണിക്കാതെ മതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ജീവിച്ചാൽ ഫഇന്ന ലഹു അത്തരം ആളുകൾ യുദ്ഖിൽഹു നാറൻ അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഖാലിദൻ ഫീഹാ അവരതിൽ ശാശ്വതരായിരിക്കും. വലഹു അദാബും മുഹീൻ അവന് അപമാനകരമായ ശിക്ഷയായിരിക്കും. അപ്പൊ ഖുർആനിനെയും സുന്നത്തിനെയും അനുസരിക്കണം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവേയും റസൂലിനെയും അനുസരിച്ച് മതത്തിന്റെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റി ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ ഭേദിക്കാതെ അള്ളാഹു നിശ്ചയിച്ച മതത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്. അത് അവഗണിക്കുന്ന ആളുകൾക്കാണ് നരകമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശങ്കിച്ചു നിൽക്കുകയും വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത സ്വഹാബത്തിന്റെ രീതിയല്ലാത്ത ഒരു രീതി അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവരാരോ നുവല്ലിഹി മാ തവല്ലാ അവനെ നാം തിരിഞ്ഞേടത്തേക്ക് തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം അവനെ നാം നരകത്തിൽ കരിക്കുന്നതാണ്. വസാഅത് മസീറാ അതെത്ര ചീത്തയായ സങ്കേതമാകുന്നു. സൂറത്തു നിസാഇന്റെ 115-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്നവരായി നമ്മൾ മാറണം. അതുപോലെ തന്നെ നരകത്തിൽ പോവാൻ കാരണമാകുന്ന മറ്റൊരു പാപമാണ് നിഫാഖ്. മുനാഫിക്കുകളായ ആളുകൾ, കപടവിശ്വാസികളായ ആളുകൾ ഉള്ളിൽ കുഫ്റും ശിർക്കും തെമ്മാടിത്തരവും ഒളിപ്പിച്ചു വെക്കുകയും നാവിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഈമാൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇരുമുഖ നയത്തിന്റെ വക്താക്കളായി ജീവിക്കുന്ന മുനാഫിക്കുകളായ ആളുകൾ, അവരെ പറ്റി അല്ലാഹു തആല പഠിപ്പിക്കുന്നത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു എന്നാണ്. നിഫാഖ് എന്ന് പറയുമ്പോൾ 2 രൂപത്തിലുണ്ട്. വിശ്വാസത്തിലുള്ള നിഫാഖുമുണ്ട്, കർമ്മത്തിൽ കടന്നു വരുന്ന നിഫാഖുമുണ്ട്. വിശ്വാസത്തിലുള്ള നിഫാഖിൻ്റെ ഒരു പ്രത്യേകത, അവർ വാസ്തവത്തിൽ അവർ കാഫിറുകൾ തന്നെയാണ്. അവരുടെ പ്രവർത്തനത്തിൽ മാത്രമായിരിക്കും ഈമാനിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുക. എന്നാൽ സ്വാഭാവികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക, വാക്തത്വം ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക, ഇതൊക്കെ മുനാഫിഖിൻ്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഒരാൾ കളവ് പറയുമ്പോഴേക്ക് അയാളൊരു മുനാഫിഖാണെന്ന് നമ്മൾ വിധി എഴുതാൻ പാടില്ല. ഒരാളൊരു വാക്തത്വം ലംഘിച്ചാൽ അയാൾ നിഫാഖിൻ്റെ ആളാണ്, മുനാഫിഖാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. നമ്മിൽ നിഫാഖുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഏറെ ഈമാനിൻ്റെ വിഷയത്തിൽ പരിശുദ്ധരായ സ്വഹാബത്ത് പോലും പേടിച്ചിരുന്നു, ഞാനൊരു മുനാഫിഖാണോ, എന്നിൽ നിഫാഖുണ്ടോ. ഹൻളല റളിയല്ലാഹു അൻഹു നാഫഖ ഹൻളല മുനാഫിഖായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ അങ്ങാടിയിലൂടെ ഓടിയ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ സ്വഹാബത്ത് അത് കേട്ടപ്പോൾ അവർക്കും പേടിയായി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പോലും പേടിയായി. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞ കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോഴുള്ള ഈമാൻ സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്നില്ല എന്നാണ്. ഏറെ ഈമാനിൻ്റെ വിഷയത്തിൽ ഉന്നതരായ സ്വഹാബത്ത് പോലും നിഫാഖ് പേടിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ജാഗരൂകരായി നിൽക്കുക. നിഫാഖ് വലിയ അപകടമാണ്. മുനാഫിക്കുകളായ ആളുകൾ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു എന്ന് സൂറത്തു നിസാഇന്റെ 145-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 68-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ കുഫാറ നാറ ജഹന്നമ ഖാലിദീന ഫീഹാ ഹിയ ഹസ്ബുഹും വലഅനഹുമുല്ലാഹു വലഹും അദാബും മുഖീം.
മുനാഫിക്കുകളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിഷേധികളായ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. അവർക്കതാണ് നല്ലത്. അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്, സ്ഥിരവാസത്തിനുള്ള ശിക്ഷകളും അവർക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നിഫാഖ് ഏറെ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുന്ന തിന്മകളിൽ നിന്ന് മാറി നിന്ന് മുത്തഖികളായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിലേക്ക് പോവാൻ കാരണമാകുന്ന മറ്റൊരു തിന്മയാണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണല്ലോ നമസ്കാരം എന്നത്. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ യാതൊരു വിഹിതവുമില്ല എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരായ ആളുകളെ സംബന്ധിച്ചും മുൻഗാമികളായ ആളുകളെ സംബന്ധിച്ചുമൊക്കെ പരാമർശത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയെപ്പറ്റി കേട്ടാൽ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നവരായിരിക്കും അവർ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. ഈ പ്രവാചകന്മാർക്കും ഈ സ്വാലിഹീങ്ങൾക്കും ശേഷം പിൽക്കാലത്തൊരു വിഭാഗം ആളുകൾ കടന്നു വരും. അദാഉസ് സ്വലാത വത്തബഉശ് ശഹവാത്ത്. നമസ്കാരം ഉപേക്ഷിക്കുകയും തോന്നിവാസങ്ങളെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യും അവർ. ഫസൗഫ യുൽഖൗന ഗയ്യാ. അവരുടെ തിന്മകളുടെ അനന്തരഫലം, നരകത്തിൽ നിന്നുള്ള തിന്മയുടെ ഭാഗം അവർ കണ്ടെത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്കുള്ളതാണ് നരകമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗക്കാരായ ആളുകൾ നരകത്തിൻ്റെ ആളുകളോട് ചോദിക്കും, മാ സലകക്കും ഫീ സഖർ. എന്തേ നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം? സഖർ എന്ന കത്തിയാളെന്ന നരകാഗ്നിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രവേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലൂ ലന്നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല. നിസ്കരിക്കാത്ത ആളുകൾ നരകത്തിൻ്റെ വിറകുകളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരം ഉപേക്ഷിക്കൽ മാത്രമല്ല, വലം നകു നുത്ഇമുൽ മിസ്കീൻ. പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകാത്തവരായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ നരകത്തിലാണ് എന്നാണ്. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ചീത്ത കൂട്ടുകാരുടെ കൂടെ കൂടി, അധർമ്മത്തിൽ അഭിരമിക്കുന്ന ആളുകളുടെ കൂടെ കൂടി, തിന്മയുടെ വക്താക്കളുടെ കൂടെ സഹചാരികളായി അങ്ങനെ ഞങ്ങളും തിന്മയുടെ വക്താക്കളായി മാറി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തെ ഞങ്ങൾ നിഷേധിച്ചിരുന്നു. ഹത്താ അതാനൽ യഖീൻ. അങ്ങനെ ഞങ്ങൾക്ക് മരണം കടന്നു വന്നു എന്ന് നിഷേധികൾ പറയും. അതായത് നിസ്കരിക്കാത്ത, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാത്ത, തിന്മയുടെ വക്താക്കളുടെ കൂടെ കൂടി തിന്മയിൽ അഭിരമിക്കുന്ന പരലോക നിഷേധികളായ ആളുകൾ അവർ നരകക്കാരായിരിക്കും, നരകത്തിൻ്റെ അവകാശികളായിരിക്കും. നരകത്തിൽ നിന്നവർ ആ ഖേദം പ്രകടിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 74-ാം അധ്യായം സൂറത്തു മുദ്ദസിറിൻ്റെ 42 മുതൽ 47 വരെയുള്ള ആയത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, സമ്പത്ത് നിർബന്ധമായി ചെലവഴിക്കേണ്ടുന്ന മേഖലയിൽ പോലും ചെലവഴിക്കാതെ, സക്കാത്ത് നൽകാതെ, സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടുകയും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളും അറിയുക, അവർക്കും നരകമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും നിക്ഷേപമായി കൂട്ടിവെക്കുകയും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേദനാജനകമായ ശിക്ഷയെപ്പറ്റി നബിയെ താങ്കൾ സുവിശേഷം അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം.
നാളെ പരലോകത്ത് അവരുടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾ ചൂടാക്കുകയും ഫതുക്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും, അവരുടെ നെറ്റിയിലും പാർശ്വങ്ങളിലും അത് വെക്കുകയും അവർക്ക് വേദനിപ്പിക്കുകയും അവരെ ശരീരത്തിൽ ചൂടുവെക്കപ്പെടുകയും ചെയ്യും. എന്നിട്ടവരെ ജിബാഉഹും വജുനൂബുഹും വദുഹൂറുഹും, പുറംഭാഗത്തും നെറ്റിയിലും പാർശ്വത്തിലുമൊക്കെ അത് വെച്ചിട്ട് അവരോട് പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതിതാ, നിങ്ങൾ അനുഭവിക്കുക. ഫദൂഖു മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ നിക്ഷേപിച്ച, നിങ്ങൾ നിധിയായി കൂമ്പാരമായി ശേഖരിച്ച സമ്പത്തിതാ, അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 34-ാമത്തെയും 35-ാമത്തെയും ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഗൗരവമാണ്. എല്ലാ രംഗവും നമ്മൾ ശ്രദ്ധിക്കണം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. വൈലി എന്ന് പറഞ്ഞാൽ വാദി ഫീ ജഹന്നം, നരകത്തിലൊരു താഴ്വരയാണ് എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുത്തിപ്പറയുന്ന, അവഹേളിക്കുന്ന ആളുകൾ. അല്ലാഹു തആല പറയുന്നു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്ത് കൂമ്പാരമാക്കി കൂട്ടുകയും അതെണ്ണി കണക്കാക്കുകയും ചെയ്യുന്ന ആളുകൾ. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ വിചാരിക്കുന്നു അവന്റെ സമ്പത്ത്, അവന്റെ പണം അത് ശാശ്വതമാണെന്ന്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, അങ്ങനെയല്ല, അവൻ ഹുതമ എന്ന നരകത്തിൽ എറിയപ്പെടും. ആ നരകത്തിന്റെ വിശേഷണങ്ങൾ അവിടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാത്ത, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാത്ത, മിസ്കീനുകളെ സഹായിക്കാത്ത, സകാത്ത് നൽകാതെ പിടിച്ചുവെക്കുന്ന, അന്യന്റെ മുതൽ അന്യായമായി അപഹരിക്കുന്ന തമ്മാടികളായ, തോന്നിവാസികളായ, തിന്മയുടെ വക്താക്കളായ ആളുകൾ, അവർ നരകത്തിൻ്റെ ഉറകുകളായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ചുരുക്കത്തിൽ എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. ഏതൊരു നന്മയും നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമാണ്. തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീളെങ്കിലും ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നമ്മൾ നെഞ്ചേറ്റുക. പ്രിയമുള്ളവരെ, നരകം ആർക്കും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നരകത്തിൻ്റെ അദാബിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ നരകത്തിൻ്റെ അദാബുകളെ പറ്റി പഠിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞതും അറിയാത്തതുമായ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണ്ണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും മക്കളെ കൊണ്ടും കുടുംബപരമായും ഒക്കെ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളിൽ അല്ലാഹു തആല എല്ലാവർക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു തആല അവർക്കെല്ലാം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين.